ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗും പിന്നെ ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് അങ്ങോട്ട് മുക്കം ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ബിസ്മാൽഖാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ഒറ്റ ദിവസം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഒന്ന് ചെറിയൊരു വ്ളോഗ് പോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, ഒന്ന് പോകുന്ന വഴിയും നമ്മുടെ മഴയൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത് നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ അത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി പോവാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് അതിൻ്റെ കുറച്ച് ഇളക്കവും കാര്യമൊക്കെ ഉണ്ട്, വാശിയൊക്കെ ഉണ്ടാവും. അതിന് മുന്നിലിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വണ്ടി കയറി കുറച്ച് ടൈം എടുക്കും, ഒന്ന് ബാക്കിലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളൊന്ന് വണ്ടിയിലൊക്കെ കയറിയിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും 1.5-2 മണിക്കൂറിന് മേലിൽ വേണ്ടി വരും നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴ കാരണം കുടുങ്ങിപ്പോയി. ഇപ്പോൾ ഏകദേശം ഒരു 4-4:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു വ്ളോഗ് എന്ന് പറയാനില്ല, കാരണം യാത്രയിലുടനീളം നമ്മൾ ഫോണ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മായി അവിടെ നല്ല അടിപൊളി നാടൻ മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഗസ്റ്റൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോയിട്ട് നമുക്ക് ദമ്മൊക്കെ പൊട്ടിക്കാം. അതിൻ്റെ മുന്നേ ഞാൻ ഒരു ചെറിയൊരു റെസിപ്പി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഒരു ഉപ്പേരീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഉപ്പേരി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ എന്തായിട്ട് തോന്നിയിട്ടുണ്ടാവും, ചക്കയായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ചക്കയല്ല കേട്ടോ. എൻ്റെ ചാനലിൽ കുറേ ചക്കേൻ്റെ വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ചക്കയായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷേ ചക്കയല്ല, ഇത് നമ്മൾ ഫിഗാണ്. ഫിഗ് എന്ന് പറയുമ്പോൾ അത്തിപ്പഴം എന്ന് പറയും. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഈ ഒരു പച്ചക്കുള്ള ഫിഗ് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്കൊരു അത്ഭുതം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഉപ്പേരി വെക്കട്ടെ. അപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉമ്മാൻ്റെ എടുത്തി കൊണ്ടു തന്നേനു ഈ ഒരു ഇത്. എന്നോട് പറഞ്ഞു നീ ഉപ്പേരി ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു തന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ തൊലി കളയാൻ കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ട് കുറച്ച് പണിയായി, അല്ലെങ്കിൽ സൂപ്പറായിട്ട് കളയാൻ പറ്റുമേനെ. അങ്ങനെ ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക ഒക്കെ വെട്ടുന്ന പോലെ തന്നെ അതിൻ്റെ മേലത്തെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഫുള്ളായിട്ട് മൊത്തത്തിൽ കറ ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് തന്നെ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ആക്കിയിട്ട് വേണം ഇതിൻ്റെ തൊലി കളയാൻ. അപ്പോൾ അതെന്നോട് ആദ്യം വിട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കയ്യിൽ കുറച്ച് അധികമായത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്ക്, ശരിക്കും നമ്മൾ ഡ്രൈഡ് ഫിഗൊക്കെ അല്ല കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് പച്ച കാണാത്തവരുണ്ടെങ്കിൽ നല്ലോണം കണ്ടോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചത്. അപ്പോൾ ഉള്ളൊക്കെ നല്ല അടിപൊളി ഉപ്പേരി വെച്ചിട്ട് പൊള്ളിയായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞാൽ കുറേ നേരം പിടിക്കും. അതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ ഇടിച്ചക്കൊക്കെ പെട്ടുമല്ലേ, ആ ഒരു ടൈപ്പിൽ ഇതൊന്നും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി വെക്കാം. ഉപ്പേരി എന്ന് പറയുമ്പോൾ സാധാ രീതിയിൽ തന്നെ വെക്കുന്നത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുവേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് വയ്ക്കണം. ഇപ്പോൾ ചിലർ ഉപ്പേരി വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വെക്കാതെ തന്നെ മൊത്തം എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യാനേ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിൽ വെക്കായിരിക്കും. അപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനേതായാലും പാനിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അത്തിപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുക്കറിൽ വേവിച്ചെങ്കിൽ പെട്ടെന്ന് കഴിയും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുമേ. അപ്പോൾ ഞാനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഇപ്പം നമ്മൾ എന്ത് വെജിറ്റബിൾ ആയാലും ഉള്ളി പോലത്തെ ഒക്കെ ആകുമ്പോൾ ഉപ്പിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആയിക്കിട്ടും. ഇനി ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉപ്പേരി എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറൊക്കെ ഇല്ലേ, അതിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കുഞ്ഞായിട്ട് കിട്ടും. അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് ആദ്യം ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പേരിയിൽ തേങ്ങയ്ക്ക് പകരം സവാളൊക്കെ ഇടുന്നവരുണ്ട്. സവാള അല്ലെങ്കിൽ ചെറിയുള്ളിയൊക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് വെന്ത് വന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പച്ച ചോയ്ക്കെന്ന് അറിയില്ല, ആ ഒരു രീതിക്കായി വരും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ വെന്ത് വന്നോട്ടെ. ഇനി ഇതിലേക്ക് നല്ല നാടനെ വെളുത്തുള്ളി കുത്തിയിട്ടിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കാശ്മീരി അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം എരിവ് വേണ്ടവർക്ക് അങ്ങനെ നല്ല എരിവുള്ള മുളക് ഇട്ടാൽ മതി. അല്ലാത്തവർക്കാണെങ്കിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിതിലേക്ക് 2 പച്ചമുളക് ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവന് നിന്നോട്ടേ നിരച്ചിട്ട് എരിവുള്ള മുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്, തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പിലായിരിക്കും. അപ്പോൾ ഏറ്റവും ഈസി വേർഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ ചിലരുടെ വീട്ടിലൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു അത്തിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വീട്ടിലുണ്ടായതാണ്. അപ്പോൾ നമുക്ക് പറിച്ചു കൊണ്ട് തന്നാണ്. അപ്പോൾ അടിപൊളിയല്ലേ സംഗതി. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. സംഭവം പറയുകയാണെങ്കിൽ ചെറിയൊരു ഇടിച്ചക്കയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആദുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആദു ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. പക്ഷേ മഴ കാരണം കുടുങ്ങിപ്പോയി. അങ്ങനെ ആദുവിൻ്റെ ഉറക്കമൊക്കെ പോയി. അപ്പോൾ അവന് വണ്ടി കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെൽഫിയിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും ആൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു സെൽഫി ഒരു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ പോവാണ്. അപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട്. കുറച്ച് ഉള്ളോട്ടാണ്, ഈ ഒരു മുക്കം ചേന്നമംഗലൂർ ആ ഭാഗത്ത് കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 7:30-8 മണി ആ ഒരു ടൈമിലാണ് തോന്നി എത്തിയത്. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ഗ്രാമപ്രദേശം എന്നൊക്കെ പറയില്ലേ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ചൂട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. കാരണം രാത്രി നമുക്ക് ഫാനൊന്നും ഇടാതെ തന്നെ നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ വന്ന് കുറച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ മന്തീൻ്റെ ദമ്മൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മന്തിയാണ്. നല്ല അടുപ്പിൽ വെച്ച നാടൻ മന്തിയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല നാടനായിട്ട് ഉണ്ടാക്കിയാണ് ഞാൻ മന്തി. നോക്കിയൊക്കെ അടിപൊളിയല്ലേ. കളറൊന്നും ചേർത്തിട്ടില്ല, നമ്മുടെ മഞ്ഞളും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കളറൊക്കെ ചേർക്കുമല്ലേ. അപ്പോൾ ഞാൻ മന്തീൻ്റെ റെസിപ്പി വയ്യ ഇടുക കേട്ടോ. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഒരു ഈസി മന്തി റെസിപ്പി ചെയ്തു തരാം കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ഈസി മന്തി റെസിപ്പി ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഈ അടുപ്പിൽ തന്നെ നിന്നുകൊണ്ട് കുറച്ചൊന്നൊരു ചോറൊരു കട്ടപ്പിടിച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നല്ല കേട്ടോ, തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് മന്തി കഴിക്കാൻ പോകാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു രസത്തിന് എടുത്താണ്. ആരും ചിരിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കാര്യമായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മെയിനായിട്ട് റെസിപ്പി തന്നെയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം കേട്ടോ. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഫുള്ള് നാടൻ രീതിയിലാണ് മൊത്തം ഉള്ളത്. ഫുഡായാലും നമ്മൾ അങ്ങനെ തന്നെ കഴിച്ചത്. പിന്നെ ആ ഒരു ഏരിയ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പറ്റിയില്ല. എന്തായാലും നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം കേട്ടോ. അതുവരേക്കും ബൈ.